ഞങ്ങളുടെ ചെറിയൊരു ഇൻസ്ട്രുമെന്റിന്റെ ചെറിയൊരു ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് വീണ് പോയി. സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഈ ഹാർബറിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പഞ്ചാബി ഹൗസിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫല്ലേ, കൊച്ചിൻ ഹനീഫ് നമ്മുടെ അരിസ്റ്റേഷനൊക്കെ ആയിട്ടുള്ള ഒരു സീനിൽ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു മീൻ പിടിച്ചിരിക്കുകയാണ്. അവസാനം ഞങ്ങൾക്ക് കിട്ടി മീൻ. ഇതിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് മുനക്കക്കടവ് ബീച്ചിലാണ്. ചാവക്കാട് ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ്. കാര്യമായിട്ട് വലിയൊരു ദൂരമൊന്നുമില്ല. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഒരു കണ്ടതായിരിക്കും. എന്നാലും ജസ്റ്റ് ഞങ്ങളൊരു ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യണമെന്ന് മാത്രം. ഗൈസ്, ഞങ്ങൾ ആക്ച്വലി ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ക്യാമറയൊക്കെ റെൻറ്റിന് കിട്ടിയപ്പോൾ ഞങ്ങളൊരു പാട്ടൊക്കെ ചെയ്യാന്നുള്ള രീതിയിലാണ് വന്നത്. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ കീബോർഡൊക്കെ നല്ല രീതിയിൽ വായിക്കാൻ അറിയാം. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഞങ്ങളിപ്പോൾ വന്നത്. വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ചെയ്ത ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇതാരുടെ ക്രിയേറ്റിവിറ്റി എന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ. ഒരു ഏറുമാടം, അതുപോലെ ഒരു ഊഞ്ഞാല്, അതിൽ കയറാനുള്ള ഒരു കോണി സെറ്റപ്പ് ഉണ്ട്, പിന്നെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ്, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് രാത്രി ഒരു പുകയുടെ എഫക്ട്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് ഒരു സെറ്റപ്പൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ കുറച്ച് കുപ്പികളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു കാറ്റാടിമാരൊക്കെ ഉണ്ട്. ഈ ഒരു അറേഞ്ച്മെന്റ് ഭയങ്കര ഒരു വ്യൂ ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. നിങ്ങൾ വരണവരുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് മുനക്കടവ് ബീച്ചിൽ എത്തി പറഞ്ഞാൽ റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് കാണാൻ പറ്റും. ഇവിടെ ആൾക്കാരില്ലാതെ ഇതിൻ്റെ അവകാശങ്ങളില്ലാത്ത സമയത്ത് വന്നാൽ മതി. ഇവിടെയാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഷൂട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പാക്കപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോവാണ്. ഇനി നമ്മൾ പോകുന്നത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് ബീച്ചിലേക്ക്. ആ എക്സ്റ്റൻഷൻ ഒന്ന് അവിടേക്കൊന്ന് പോകാമെന്ന് വെച്ചിട്ടാണ്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ആ എക്സ്റ്റൻഷൻ നമുക്ക് ഇവിടെ നിന്ന് ദൂരത്ത് നിന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പിള്ളേരിട്ടാ. ഇവനാണ് നമ്മുടെ മെയിൻ ഹാർമോണിസ്റ്റ്, നമ്മുടെ ക്യാമറമാനാണ് അവൻ. പിന്നെ ഫുള്ള് കൺട്രോളർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാവക്കാട് ബീച്ചിൽ നമുക്ക് കുറച്ച് തീരം കൂടുതലുണ്ട്. ഇവിടെ തീരം എന്ന് പറഞ്ഞ സെറ്റപ്പ് ഇല്ല. നേരിട്ടത് തീരമുണ്ട്, പക്ഷെ നേരിട്ടിട്ട് ഇവിടെ ഈ കല്ല് പതിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അതാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ചേട്ടന്മാരെ മീനൊക്കെ പിടിച്ചിട്ട് പോകണം കണ്ടില്ലേ. ഓക്കെ, ഇതുവരെ നമ്മൾ കണ്ടില്ലേ ഈ പറഞ്ഞ മാതിരി ഒരു സി ഷേപ്പിലാണ് നമ്മളെ സ്ഥലം കിടക്കണം. നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു എൻഡിനാണ് നടന്നു തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഇതിനൊക്കെ സൂപ്പറായിട്ടുള്ള സ്ഥലം കാണാൻ പറ്റും. അതൊരു രക്ഷയില്ലാത്തൊരു 1.5 വ്യൂ ആണ് കേട്ടോ. മനോഹരം കാണാത്ത അതിമനോഹരം എന്ന് പറയുന്ന പോലെ ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എന്താ സെറ്റപ്പ് എന്ന് മനസ്സിലായത്. അത് ഭയങ്കര ഒരു സ്പെഷ്യൽ തന്നെയാണ്. നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷനൂടെ നടക്കുമ്പോൾ കുറച്ച് അകലായിട്ട് വേറൊരു എക്സ്റ്റൻഷനൂടെ കാണാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ നടക്കാൻ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തൽക്കാലം ഒന്ന് ക്യാമറ ഷട്ട് ഡൗൺ ചെയ്യാണ്. ഈ ഒരു സൈഡിൽ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നൈസായിട്ട് പണി കിട്ടും. ആണോ, ഈ ഒരു എക്സ്റ്റൻഷൻ നമ്മളിപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നടന്നു വന്നത്. അവിടെ നടന്നു വന്നതിന് ശേഷം ഈ ഒരു എക്സ്റ്റൻഷൻ കണ്ടു. അതിനുശേഷം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അത് വീണ്ടും തീരാണ്. ഭയങ്കര നൈസായിട്ടുള്ള തിരമാലകളൊന്നും കാര്യമായിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു തീരാണ്. ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളി. അതിൻ്റെ അപ്പുറത്ത് ട്യൂബ് പോലെ തോന്നിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. വീണ്ടും ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. 2-3 എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു എക്സ്റ്റൻഷനോടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ എക്സ്റ്റൻഷനോടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ.
വെയിറ്റ് ഉണ്ടാ എറിയുമ്പോ പോവാൻ ഭാരണ്ട അതിന്? ആ ശരി. അപ്പൊ അത് ഒറിജിനൽ മീനല്ലേ? ഒറിജിനൽ മീനല്ലേ? ആ പൊളിയാണ്. ഡമ്മി മീനെ വെച്ചിട്ട് ഒറിജിനൽ മീനെ പിടിക്കാൻ നടക്കാനാണ് ഇപ്പൊ സംഭവം. നമുക്കറിയില്ല കേട്ടോ. നമുക്ക് ഈ നാട്ടില് ഉണ്ടെങ്കിലല്ലേ ഇങ്ങനത്തെ ട്രിക്കുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തെറ്റാണ്. അല്ല, ഈ ചൂണ്ടാന്ന് പറയുന്നത് അത്യാവശ്യം സെറ്റപ്പായിട്ടുള്ളൊരു സാധനമാണ് എന്ന് തോന്നണത്. നല്ല കോസ്റ്റ്ലി എന്ന് കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ചൂണ്ടകളാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാടൻ സെറ്റപ്പല്ല, എല്ലാവരുടെ കയ്യിൽ ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള സെറ്റപ്പുകളാണ്. പിന്നെ അതുപോലെ ഇത് നന്നായിട്ട് വീശി എറിയേണ്ട ഉള്ളിലേക്ക്. അപ്പോൾ ഒരു ചെറിയ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ വെയിറ്റ് കാരണമാണ് ഒരു ഒറ്റ എറിയുമ്പോൾ വീശി പോവാണ്. നമ്മൾ ഈ കടലിനെ പറ്റി വലിയ സെറ്റപ്പ് ഇല്ലാത്ത തന്നെ നമുക്കൊന്നും അറിയില്ല. മാസ്ക് ഇടുന്നത് ഞാനായിട്ട് മാസ്ക് ഇടായിരിക്കണ്ട. ഓക്കെ, മറ്റേ ചേട്ടാ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടാകും, എന്താ അറിയില്ല. കേട്ടാ ചേട്ടാ ഈ മീനിന്റെ പേരെന്താ? കയ്യേരി. കഴിക്കാൻ പറ്റൂലേ? ആ ആ ആ ഇവിടെ വരെ വരണേലുള്ള കിട്ടുമോ? കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഞായറാഴ്ച വന്നു. ഒരു 10-23 കിലോമീറ്റർ ഈ മീൻ മാത്രമല്ല, പല മീനുകളും ഉണ്ട്. ഈ മീനാണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത്. കൂടുതൽ ഈ ഐറ്റം തന്നെ കിട്ടിയുള്ളത്. ഇതിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. ഇവരുണ്ടല്ലോ, നമ്മളൊക്കെ വിചാരിച്ച് നമ്മൾ ഏറ്റവും ലോങ് എന്നൊക്കെ വന്നിട്ട് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചു. ഇവര് വന്നിട്ടുള്ളത് സൈഡാ. ഇവരോട് കാര്യം സംസാരിച്ച് കുറച്ച് നേരം നിന്നപ്പോൾ മനസ്സിലായി ഇവര് മീൻ പിടിച്ചത് കണ്ടാൽ കുഴപ്പമില്ല എന്ന് ഇവർക്ക് തോന്നി, എനിക്ക് തോന്നി. അതുകൊണ്ട് അവർക്ക് കാണിച്ചു തന്നു, അവർ പിടിച്ച മീൻ കാണിച്ചു തന്നു. വന്നിട്ട് ഏകദേശം 10-23 കിലോ കഴിഞ്ഞ തവണ വന്നിട്ട് കിട്ടിയത്. ആഴ്ചയിൽ 2 ദിവസമൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അവരൊക്കെ എളുപ്പമല്ല, മാസമാണ്. നമ്മളൊക്കെ വെറുതെ നമ്മൾ ആദ്യം മീൻ പിടിച്ചിട്ട് പോലും ഇല്ല, ഒരെണ്ണം പോലും. ഇത് കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി. ഓക്കെ, പക്ഷേ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നടക്കാൻ കൂടി പറ്റില്ല. ഇതിൻ്റെ ഇടയിലെങ്ങാനും വല്ല ജീവികളുണ്ടോയെന്ന് അറിയില്ല. അത് ഇവിടെ അറിയാത്ത കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള കല്ലുകൂടെയാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് പേര്, ഒരു 7 പേര് ആൾക്കാരോളം ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്.
എന്താ കാരണം എന്നറിയില്ല. ഇതേമാതിരി ഇപ്പോൾ പെട്ടെന്നൊരു തിരമാലൊക്കെ ഫോഴ്സ്ഫുള്ളായിട്ട് വന്നിട്ട് തട്ടിയതായിരിക്കും അവരുടെ മേലെ. അങ്ങനെ ഒരു കടലിൽ പോയിട്ടുണ്ടെന്നൊക്കെ, കടലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് റിസ്ക് ആണ്. ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ കൂടുതൽ അഭ്യാസങ്ങളൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാല് ഇതിൻ്റെ ഇടയിൽ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ലേഡീസിനൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ കൂടെ നടക്കാൻ മാത്രമാണ് സേഫ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ സ്ലിപ്പായിട്ട് അകത്ത് പോകാം. അവിടെ ഈ പറഞ്ഞ ഒരു ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ മക്കളേനെയും ലേഡീസിനെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കുക. ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ വന്നു എന്നുള്ളൊരിത് വരരുത്. ഓക്കെ, വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നമ്മൾ വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 300 മീറ്ററിൻ്റെ അടുത്ത് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയും ദൂരമുണ്ട്. മെല്ലെ നടന്നാൽ അത്ര എത്തിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ 2 തേച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ആ അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. പക്ഷെ അതിയാണ്ട് പോകാനുള്ള ധൈര്യമില്ല. എന്നാലൊന്ന് ജസ്റ്റ് പോയോ കുറച്ച് പോയി. ഈ അടിച്ചടിക്കുന്നത് ഈ സൈഡിക്കല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മുമ്പൊരു കാര്യമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. അതാ അവിടെ. പക്ഷെ അവിടെ കുറച്ചുകൂടി വലിയ ഓളങ്ങതാളാ. അപ്പൊ നമുക്ക് കാണാൻ ചാൻസ് കുറവല്ലേ. ഞാൻ ഇടയ്ക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു വാലിങ്ങനെ പൊന്തിപ്പോണ് കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോൾഫിനാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ഡോൾഫിൻ അല്ലാന്ന് തോന്നുന്നത്. വേറെ എന്തൊരു പേരാണ് അതിന് പറയണത് ഇവിടെ ആൾക്കാർ. ഇപ്പൊ ഡോൾഫിൻ നമ്മുടെ ഇതാണോ? അല്ലടാ, നമ്മുടെ അവിടെ ഉണ്ടല്ലേ. കണ്ട് കിട്ടി എൻഡിലെത്തിയിട്ട് ജസ്റ്റ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ക്യാമറമാൻ ഇടയ്ക്ക് ഞാനും എടുക്കാറുണ്ട് ക്യാമറ കേട്ടോ, മാറിമാറിയിട്ട്. ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് മറ്റേ പാട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഷൂട്ടിംഗ് പരിപാടി കഴിഞ്ഞാണ്. അതിന് മുന്നേ വേറൊരു കാര്യം നിങ്ങളെ ഓർമ്മിക്കാനുള്ളത്, ഞങ്ങളുടെ ചെറിയൊരു ഇൻസ്ട്രുമെന്റിന്റെ ചെറിയൊരു ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് വീണ് പോയി. സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സ്ഥലം. അതുപോലെ വേറൊരു കാര്യം കാണിച്ചു തരാനുള്ളത്, ഞങ്ങൾ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. കണ്ട ഒരു 10 രൂപ പണ്ട് ആരുടെ വീണ് പോയിട്ടുള്ളൊരു 10 രൂപയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പക്ഷെ എടുക്കാൻ പറ്റില്ല. അല്ല, ഇത് എത്രയാണ് രക്ഷയില്ല. ഇറക്കണില്ല. ഇനി ഇറക്കിയിട്ട് ഫോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബാക്ക് ടു ഹോമാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ഗ്യാപ്പുള്ള കാരണം നമ്മൾ അലക്ഷ്യമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യം. അത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല തണവാണ്. പക്ഷേ നമുക്ക് നല്ല വെയിൽ കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ തലവേനൊക്കെ വരും. കാരണം ഇവിടെ നല്ല വെയിലുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ചൂട് ഇവിടെ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റിട്ടേൺ പോവാണ്. ഞാനും ഇതിൻ്റെ എൻഡിലേക്ക് എത്തി. ഓക്കെ, അതിന് ട്രൈ വ്ളോഗ്സ് ആൻഡ് മ്യൂസിക് മതി. അത് പേരുള്ളത്. ഞാനല്ല പറഞ്ഞേ, നമ്മൾ ഇത്ര കാലം മ്യൂസിക് പരിപാടി അങ്ങനത്തെ സാധനങ്ങളല്ലേ ഇട്ടേ. ഇനി യാത്രകൾ അങ്ങനത്തെ സെറ്റപ്പും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് അറിയിക്കണ്ടേ? അറിയിക്കണം. അപ്പൊ അത് അറിയിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഒരു ഷോർട്ടായിട്ട് ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നതിന് മുന്നേ. സ്ക്രീൻഷോട്ട് പോസ്റ്റർ പോലെ. പോസ്റ്റർ അല്ല, പാട്ട് ആയിക്കോട്ടെ. കിട്ടില്ലേ? ശരി. അത് വേണമെങ്കിൽ ഇതടിച്ചാലും ഇത്ര ടൈംസിലേക്ക് അടിച്ചു നടന്നു പോണത്. ആയിക്കോട്ടെ.
എടുക്കണില്ല, ഫുള്ള് തടിയാണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി വളരെ നൈസായിട്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള ചെറിയ തിരകൾ. ഒരു ബോട്ട് വരുന്നുണ്ട് അവിടെ അകലെ. മീൻ കിട്ടി. ഞങ്ങളങ്ങനെ ഒരു മീൻ പിടിച്ചിരിക്കുകയാണ്. അവസാനം ഞങ്ങൾക്ക് കിട്ടി മീൻ പുള്ളിയില്ലേ. അപ്പോൾ അതിനർത്ഥം വെച്ചാൽ ഈ ഒരു ഏരിയയില് നൈസായിട്ട് മീനുകൾ വരാനുള്ള സാധ്യത എന്ന് തോന്നും. പക്ഷെ ഞങ്ങൾ ഇതിനെ കൊല്ലില്ല, ഞങ്ങൾക്ക് ഇതിന് കിട്ടിയിട്ട് കൊണ്ടിട്ട് ഉപകാരമൊന്നുമില്ല. വീട്ടിലൊരു ഫിഷൊക്കെ ഉണ്ട്, അതിന് വേണ്ടി തിന്നാൻ കൊടുക്കാം. പക്ഷെ കൊടുക്കണം. ഓക്കെ, അടി അടി പറഞ്ഞിട്ട് ചെറിയൊരു ഹാർബറാന്നുള്ള സെറ്റപ്പിൽ. ഹാർബർ അതാ, ഹാർബറല്ല, സോറി. പൊളി 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 വൈബ്. Oh my god. ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി. ഓക്കെ, വണ്ടി ഒന്ന് കയറ്റാൻ പറ്റുമോ? വണ്ടി കയറ്റാൻ പറ്റുമോ? ഞങ്ങളിപ്പോ മുനക്കക്കടവ് ഹാർബറിലേക്കാണ് പോകുന്നുള്ളത്. ഇവിടെ ഉണ്ട്, ഇവിടെ ചെറിയൊരു തുറമുഖ സെറ്റപ്പാണ്. മീനൊക്കെ പിടിക്കുന്ന ബോട്ടുകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടത് കടലിൻ്റെ ഭയങ്കര ഒരു രക്ഷമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഇത് ഭയങ്കര കൂളായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സംഭവം അവിടുന്ന് 1 കിലോമീറ്റർ. സംഭവം അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. ജസ്റ്റ് ഇവിടേക്ക് എല്ലാവരെയും പെർമിറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കയറി, അത്രേ ഉള്ളൂ. ഹാർബറിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പഞ്ചാബി ഹൗസിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫല്ലേ, കൊച്ചിൻ ഹനീഫിൽ നമ്മുടെ ഹരിതേശ്വരനൊക്കെ ആയിട്ടുള്ള ഒരു സീനിൽ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. നമുക്ക് ആ ബോട്ട് കണ്ടാൽ മനസ്സിലാവും. വെറുതെ പറഞ്ഞാട്ടാ, അതൊന്നല്ല. പക്ഷെ നമുക്ക് ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീലാണ് വരുന്നത്. നമ്മുടെ ഹരിതേശ്വരൻ ഫ്രണ്ടിൽ കയറിയിട്ട് മുതലാളി ഈ ചങ്ക ചകചകാന്നുകൊണ്ട് വീശിയിട്ട് വരുന്ന ആ ഒരു സീൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, ബോട്ടിൻ്റെ അടുത്ത് നിന്നിട്ട് കാണുന്നത് അത്ര റയറാണ് കേട്ടോ. ഈ ഒരു മീൻ പിടിക്കുന്ന ബോട്ട് അധികം കണ്ടിട്ടില്ല. ഓക്കെ,